ഇന്നത്തെ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു സർപ്രൈസും കുറച്ച് ക്രിയേറ്റിവിറ്റിയും കുറച്ച് സെലിബ്രേഷനൊക്കെ ആയിട്ടുള്ള ഒരു കുട്ടി വീഡിയോ ആണ് കേട്ടോ. ഹലോ, ഇന്ന് ഞാനൊരു വാലന്റൈൻസ് ഡേയുടെ സർപ്രൈസ് കൊടുക്കാൻ വേണ്ടി പോവാണ്. നല്ല കാറ്റുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഞാൻ ഉണ്ടാക്കിയതാണ്, ഒരു 3 ഫ്ലവറിൻ്റെ ബൊക്കെ. അപ്പോൾ ആള് കോതമംഗലത്തു നിന്നാണ്. കൊട്ടപ്പടിയിലുള്ള നമ്മുടെ മെറിൻ എന്ന് പറഞ്ഞൊരു കുട്ടിക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ വാലന്റൈൻസ് ഡേ ഗിഫ്റ്റ്. ഇതാണ് നമ്മുടെ ഗിഫ്റ്റ്, ഒരു ചോക്ലേറ്റിൻ്റെ കിൻഡർ ജോയുടെ ഒരു ഗിഫ്റ്റും പിന്നെ ഒരു ബൊക്കെ. പിന്നെ ആളെൻ്റെ ഒരു സ്പെഷ്യൽ സബ്സ്ക്രൈബറാണ്, എൻ്റെ ഭയങ്കര ഫാനാണ്, എൻ്റെ ഭയങ്കര ഫോളോവറാണെന്നൊക്കെ പറഞ്ഞപ്പോൾ ആൾക്ക് വേണ്ടിയിട്ട് ഞാനൊരു ഗിഫ്റ്റും കൂടി മേടിച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഞാൻ ആദ്യമായിട്ടാണ് കാണാൻ പോകുന്നത്, ആ കുട്ടി എന്നെ ആദ്യമായിട്ടായിരിക്കും കാണാൻ പോകുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് സർപ്രൈസ് കൊടുത്തിട്ട് വരാം. കൊടുക്കുന്ന ആ ചേട്ടന് നല്ലൊരു വീഡിയോ എടുക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് ഞാൻ കൂടുതലും ഷോർട്സിലാണ് ഫോക്കസ് ചെയ്തത്. ഷോർട്ട് വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു, അത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും വിചാരിക്കുന്നു. ഗിഫ്റ്റ് എല്ലാം കൊടുത്തു കഴിഞ്ഞ് ഞങ്ങൾ കുറച്ച് സാധനങ്ങളോടെയും മേടിക്കാൻ വേണ്ടിയിട്ട് മാസസ് ലോക്കിൽ വന്നിറങ്ങി കേട്ടോ. ഇവിടെ തൊട്ടടുത്തായിരുന്നേ, അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങോട്ട് വന്നത്. ഇവിടെ വന്നിട്ട് ഇന്നിപ്പോൾ ഇവിടെ സാറ്റർഡേ ആയതുകൊണ്ട് ഒന്നും ഉണ്ടായിരുന്നില്ല, ഷോപ്സൊക്കെ തുറന്ന് വരുന്നേ ഉള്ളൂ. നാളെയാണ് സൺഡേ മാർക്കറ്റ് ഓപ്പൺ ആവുന്നത്. പിന്നെ അവിടെ നിന്ന് കുറച്ച് ജസ്റ്റ് ഫോട്ടോസ് എല്ലാം എടുത്തിട്ട് ഞങ്ങൾ അവിടെ നിന്ന് പോകുന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് ഞങ്ങൾ നേരെ പോയത് കാർണിവൽ കാണാൻ വേണ്ടിയിട്ടായിരുന്നു. ഇന്ന് ഈവനിങ് കാർണിവൽ സ്റ്റാർട്ട് ചെയ്യുവാണെന്ന് തോന്നുന്നു, കാരണം ഒരു 3 ദിവസത്തോടെയും കാർണിവൽ ഉണ്ട്. ഫസ്റ്റ് ഡേ പോയത് നഷ്ടമായി പോയെന്നേ ഞാൻ പറയുള്ളൂ. ഫസ്റ്റ് ഡേ അങ്ങനെ വലിയ കാര്യമായിട്ടൊന്നും ഉണ്ടായിരുന്നില്ല, പക്ഷേ ലാസ്റ്റ് ഡേ നല്ല അടിപൊളിയായിട്ട് ഉണ്ടാവുമെന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. കാരണം കഴിഞ്ഞ ഇയറിൽ ഞാൻ കാർണിവൽ കാണാൻ പോയത് ലാസ്റ്റ് ഡേ ആണെന്ന് തോന്നുന്നു കേട്ടോ. അത്യാവശ്യം നന്നായിട്ട് കാണാനുണ്ടായിരുന്നു. സോ ഇത് നമുക്ക് ഓഫുള്ള ദിവസമാണ് പോയിട്ടുള്ളൂ. അന്ന് ഒരു പണിയില്ല കൂലിയില്ലാതെ നടക്കുന്ന സമയമായിരുന്നു. അപ്പോൾ നമുക്ക് ഏത് ദിവസം വേണമെങ്കിലും പോകാൻ പറ്റുമായിരുന്നു. പക്ഷേ ഇന്ന് നമുക്ക് ഓഫുള്ള ഒരു ഡേ നോക്കിയിട്ട് വേണം പോകാൻ. അപ്പോൾ ഇന്നായിരുന്നു എനിക്ക് ഓഫ്, അവനും ഓഫ്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ പോകാമെന്ന് വിചാരിച്ചു കേട്ടോ. സാധാരണ ഞങ്ങളിങ്ങനെ എങ്ങനെയെങ്കിലും പുറത്തു പോകുമ്പോൾ ഒരാളും കൂടി ഞങ്ങളുടെ കൂടെ ഉണ്ടാവാറുണ്ട്, അലീന. അവൾ വേറൊരു ഐലൻഡിലാണ് കേട്ടോ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഞങ്ങൾ 3 പേരും 3 ഇടത്താണ്. ശരിക്കും അവളെ കണ്ടിട്ടും കുറേ നാളായി, ഞങ്ങൾ അവളെ നന്നായിട്ട് മിസ് ചെയ്യുന്നുണ്ട് കേട്ടോ. കാർണിവലിൻ്റെ ഒരു ഓളം എനിക്ക് കിട്ടാത്തതുകൊണ്ടാണോ എന്ന് അറിയാൻ പാടില്ല. അധികം നേരം ഞങ്ങളിവിടെ ടൈം സ്പെൻഡ് ചെയ്തില്ല. അത്യാവശ്യം നല്ലൊരു തണുപ്പൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഞാനാണെന്നുണ്ടെങ്കിൽ ഈ ഒരു കുഞ്ഞു ജാക്കറ്റ് മാത്രമേ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. നമ്മുടെ അല്ലാത്ത ജാക്കറ്റ്, വലിയ ജാക്കറ്റ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് കിട്ടിക്കിട്ടാ വിറയ്ക്കുന്നുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് തോന്നുന്നു ഒരുവിധം എല്ലാ യൂറോപ്യൻ കൺട്രീസിലും ഈ ഒരു ടൈമൊക്കെ ആകുമ്പോൾ കാർണിവലൊക്കെ ഉണ്ടാവാറുണ്ട്. മാൾട്ട ഒരു കുഞ്ഞു കൺട്രി ആയതുകൊണ്ട് ഇവിടെ ഒരു 2-3 സ്ഥലത്ത് മാത്രമാണ് കേട്ടോ ഓരോ ഡേറ്റിനും കാർണിവൽ. ഇപ്പം ഞാൻ വന്നത് വല്ലറ്റിലുള്ള കാർണിവൽ കൂടാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നുള്ളൂ. ഇത് ഇന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നതും കൊണ്ട് അത്യാവശ്യം ഉള്ള ഒരു ഇതൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. ഒരുപാട് കാണാനൊന്നും ഉണ്ടായിരുന്നില്ല, എന്നാൽ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. കാർണിവലിൻ്റെ സമയത്ത് ഈ പ്രോഗ്രാമിന് പങ്കെടുക്കുന്നവരും അതുപോലെ തന്നെ ഇത് കാണാൻ വേണ്ടി വരുന്നവരും ഒക്കെ ഇങ്ങനെ ഓരോ രൂപങ്ങളൊക്കെ ആയിട്ടും കുട്ടികളൊക്കെ നന്നായിട്ട് ഒരുക്കി, സ്പൈഡർമാനും അതുപോലെ തന്നെ അങ്ങനെ ഒരുപാട് രൂപങ്ങളൊക്കെ ആയിട്ട് കാർട്ടൂൺസിൻ്റെ ഇതൊക്കെ ആയിട്ട് ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും കേട്ടോ. അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയാൽ പേരൻസ് കുഞ്ഞു പിള്ളേരെയൊക്കെ ഇല്ലേ, തൊട്ടിൽ കിടക്കുന്ന പ്രായത്തിലുള്ള കുട്ടികളെ വരെ ഒരുക്കിയിട്ടുണ്ടാവും. ഒരുക്കി മീൻസ് ഡ്രസ്സപ്പ് ഒന്ന് ചെയ്തിട്ടുണ്ടാവും കേട്ടോ, ഓരോ കാർട്ടൂൺസിൻ്റെ ഇതൊക്കെ വെച്ചിട്ട്. അത് കാണാനാണ് ഒരു പ്രത്യേക ഭംഗി ഉണ്ടാവുക. മ്യൂസിക് എല്ലാം തന്നെ ഞാൻ ഹൈഡ് ചെയ്തേക്കാണ്. അത് എന്തെങ്കിലും കാരണത്താൽ ഒരു കോപ്പിറൈറ്റിൻ്റെ ഇഷ്യൂ ഉണ്ടാവണ്ടല്ലോ എന്ന് വിചാരിച്ചാണ്. കഴിഞ്ഞ വർഷത്തെ അത്രേ തിരക്കും ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ഇത്തവണത്തെ കാർണിവലിന്. ഞാൻ പറഞ്ഞില്ലേ, ഫസ്റ്റ് ഡേ ആയതുകൊണ്ടായിരിക്കാം ഒരുവിധം എല്ലാവരും അറിഞ്ഞു വന്ന് തുടങ്ങുന്നേ ഉള്ളായിരിക്കാം, അതുകൊണ്ടായിരിക്കും കേട്ടോ. പിന്നെ കഴിഞ്ഞ തവണ ഞാൻ ഈ രൂപങ്ങളൊക്കെ കണ്ടപ്പോൾ അത് വലിയതായിരുന്നു. എനിക്ക് തോന്നുന്നു ഒരു 1 ഇയർ ബാക്ക് നിങ്ങൾ എൻ്റെ കാർണിവലിൻ്റെ വീഡിയോ എടുത്ത് നോക്കി കഴിഞ്ഞാൽ ഈ കറക്റ്റായിട്ട് കാണാൻ പറ്റും. നല്ല രസമുള്ള വീഡിയോസാണ്, നല്ല രസമാണ് കേട്ടോ. അവരുടെ ആ ഒരു എത്ര എഫേർട്ട് ഇട്ടിട്ടായിരിക്കും ഒരു വർഷമൊക്കെ എടുത്ത് അവർ സെറ്റ് ചെയ്ത് പേപ്പറും കൊണ്ടും ഒക്കെ ഉണ്ടാക്കി സെറ്റ് ചെയ്ത് ഈ ഒരു ഡ്രസ്സപ്പൊക്കെ ചെയ്ത് വരുന്ന സമ്മതിക്കണം കേട്ടോ. അത്യാവശ്യം നല്ല വെയിറ്റൊക്കെ ഉണ്ട്. അതും വെച്ചിട്ട് ഇവർ ഡാൻസ് കളിക്കുമ്പോൾ തന്നെ ഇവർ സമ്മതിക്കണം. എത്രയൊക്കെ ആണെന്നുണ്ടെങ്കിലും നാട്ടിലെ പള്ളിപ്പെരുന്നാളോ ഉത്സവമൊക്കെ കൂടുന്ന ഒരു ഫീൽ ഉണ്ടല്ലോ, അതൊന്ന് വേറെ തന്നെയാണ് കേട്ടോ. ഒത്തിരി കാർണിവൽസിൻ്റെ വീഡിയോസൊക്കെ നമ്മുടെ മലയാളികളൊക്കെ തന്നെ യൂറോപ്പിലൊക്കെ പല സ്ഥലത്തു നിന്നും ഇങ്ങനെ ഇട്ട് ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ. പലയിടത്തും പല ഡിഫറെൻ്റ് ആയിട്ടുള്ള കാർണിവൽസാണ്. മീൻസ് അങ്ങനെയല്ല, നല്ല രസമായിട്ട് ഓരോ രൂപങ്ങളും അതുപോലെ തന്നെ ഡാൻസും ഓരോ ഇതെല്ലാം തന്നെ ഭയങ്കര ഡിഫറെൻ്റ് ആണ്. ഇവിടത്തെയും അതുപോലെ തന്നെ ഡിഫറെൻ്റ് ആയിട്ടുള്ളതാണ്. കഴിഞ്ഞ തവണ കണ്ടതിനേക്കാളും എനിക്ക് ഇത്തവണ കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ കാണാൻ പറ്റിയിട്ടുണ്ട്.
കുറച്ചുകൂടി കഴിഞ്ഞപ്പോൾ അത്യാവശ്യം ആളടക്കമൊക്കെ കൂടിയിട്ടുണ്ടായിരുന്നു. നല്ല തിക്കും തിരക്കുമായി. അപ്പോഴേക്കും ഞാൻ അവിടുന്ന് പോന്നു കേട്ടോ. പിന്നെ അവിടെ അധികം നേരം നിന്നില്ല. പിന്നെ തണുപ്പ്, ജാക്കറ്റ് എടുത്തില്ല, അങ്ങനെ കുറേ കാരണങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിറ്റേ ദിവസം ഞാനൊരു കുഞ്ഞു ബൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഇത് പെട്ടെന്ന് പറഞ്ഞ ഒരു ചേച്ചി ചേട്ടനോടും കൂടിയിട്ട് പെട്ടെന്ന് പറഞ്ഞതാണ് കേട്ടോ, അയർലൻഡിലുള്ള. അപ്പം പെട്ടെന്ന് ഉണ്ടാക്കി പിന്നെ ഒരു കേക്കൊക്കെ സെറ്റ് ചെയ്ത് കൊണ്ടുപോയി കൊടുത്തായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇത് നമുക്ക് ഒരു എന്താ പറയുക, കിറ്റ്കാറ്റിൻ്റെ ഒരു ചോക്ലേറ്റ് ബൊക്കെയാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ ചോക്ലേറ്റ് കൊണ്ട് ബൊക്കേസൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ഇത്തിരി മല്ല് പിടിച്ച പണിയാണ്, കാരണം ഇത് പിടിച്ചാൽ നിൽക്കണോടത്ത് നിൽക്കത്തില്ല. നമ്മൾ സെറ്റ് ചെയ്ത് എടുക്കാൻ വേണ്ടിയിട്ട് ഒരിത്തിരി മല്ല് പിടിച്ച പണിയാണ്. പക്ഷേ എനിക്കിതൊക്കെ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പക്ഷേ ഇതിലും കൂടുതൽ എനിക്കിഷ്ടം റോസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. അത് ചെയ്ത് ഫിനിഷ് ചെയ്ത് കിട്ടുമ്പോൾ ഉള്ളൊരു ഒരു ഒരു ഹാപ്പിനെസ് ഉണ്ടല്ലോ, അത് നമുക്ക് വേറെ എവിടെയും കിട്ടത്തില്ല. ചോക്ലേറ്റ്സൊക്കെ മേടിക്കാൻ വേണ്ടിയിട്ട് ഷോപ്പിങ്ങിന് പോയേക്കുമായിരുന്നു കേട്ടോ. പോയി തിരിച്ചു വന്നപ്പോഴാണ് പിന്നെ ഞാൻ പെട്ടെന്ന് തന്നെ അത് പൊട്ടിച്ച് ഉണ്ടാക്കി കഴിഞ്ഞാലാണ് എനിക്കൊരു സമാധാനവും തൃപ്തിയും ഉണ്ടാവുള്ളൂ. ഇതിന്ന് വൈകുന്നേരം കൊണ്ടുപോയി ആ ചേട്ടന് കൊണ്ടുപോയി കൊടുക്കണം. പണ്ടും ഞാൻ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. പക്ഷേ ഇവിടെ വന്നപ്പോൾ ഇപ്പോഴാണ് കേട്ടോ എനിക്കതിനുള്ള മെൻ്റലി ഞാനൊന്ന് ഇതായത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എന്തെങ്കിലുമൊക്കെ ചെയ്ത് ഇങ്ങനെ എപ്പോഴും എൻഗേജ്ഡ് ആയിട്ടിരിക്കുന്നത്. പണ്ടൊക്കെ വീഡിയോ എടുക്കുന്നതേ ഞാനൊരു ഏണിങ്സ് ആയിട്ട് കരുതിക്കൊണ്ടാണ് വീഡിയോ എടുത്തുകൊണ്ടിരുന്നത്. അന്നേരം എനിക്ക് കുറേ ടെൻഷനായിരുന്നു, വീഡിയോയ്ക്ക് വ്യൂസ് ഇല്ലെങ്കിൽ ടെൻഷൻ, അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങൾ. ഇപ്പം ഞാൻ അങ്ങനെയൊന്നും അല്ല കേട്ടോ നോക്കുന്നത്. എനിക്ക് വീഡിയോ എടുക്കുന്നു, ഒരു സന്തോഷത്തിന്, എൻ്റെ ഒരു സന്തോഷത്തിന് ഞാൻ വീഡിയോ എടുക്കുന്നു. ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ ആർക്കെങ്കിലും ചെയ്യാൻ പറ്റുക അങ്ങനെ ചെയ്യട്ടെ എന്നൊക്കെ വിചാരിച്ച് ഞാൻ ചെയ്യുന്നതാണ്. ഇപ്പം ഞാനൊരു ഏണിങ്സ് എന്നുള്ളൊരു ഇതിനേക്കാൾ കൂടുതൽ എൻ്റെ ഒരു സന്തോഷത്തിനും എനിക്കിങ്ങനെ കുറച്ച് സമയം സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടുമാണ് ഞാൻ ചിലവഴിക്കുന്നത്. ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ഫ്ലവേഴ്സ് വെക്കാൻ വേണ്ടിയിട്ടുള്ള ഈ ഒരു സ്പോഞ്ചാണ് ഞാൻ മേടിച്ചത്. ഇതിന് പറയുന്ന ഒയാസിസ് എന്നാണെന്ന് തോന്നുന്നു കേട്ടോ. അത് തെറ്റാണെങ്കിലോ, ഒരു സ്പോഞ്ചാണ് ഞാൻ മേടിച്ചത്. പക്ഷേ ഇതിനേക്കാളും നല്ലത് ആ നനച്ചിട്ട് ഉപയോഗിക്കുന്ന സ്പോഞ്ചാണെന്ന് തോന്നുന്നു കേട്ടോ. അതിന് കുറച്ചുകൂടി കട്ടി കൂടുതലാണ്, ഇതിന് കട്ടി കുറവാണ്. പക്ഷെ എല്ലാം കണക്കാണ്. പക്ഷെ വെയിറ്റ് ഒട്ടും താങ്ങുന്നുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ചും കൂടി കട്ടിയാക്കി വെച്ച് നോക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഗ്ലൂഗൺ എൻ്റെ കയ്യിൽ 2 ഉണ്ട്. ഒരെണ്ണം ചാർജ് ചെയ്യുന്നതും അതുപോലെ തന്നെ ഒരെണ്ണം ഇങ്ങനെ പ്ലഗ് കുത്തുന്നതും. ചാർജ് ചെയ്യുന്നതിന് പെട്ടെന്ന് ചാർജ് ഇറങ്ങി പോകുന്നുണ്ട്, അതുകൊണ്ട് ഞാൻ പ്ലഗ് കുത്തുന്നതാണ് ഇപ്പോൾ യൂസ് ചെയ്യുന്നത്. നാട്ടിൽ നമുക്ക് ഈ സാധനങ്ങളെല്ലാം മേടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഹോൾസെയിൽ ഷോപ്പിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് ബൾക്കായിട്ടൊക്കെ എടുക്കാൻ പറ്റും കേട്ടോ. ഇവിടെ നമുക്ക് അങ്ങനെയൊന്നും പറ്റത്തില്ല. ഇവിടെ ഹോൾസെയിൽ ഷോപ്പൊന്നും ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. അതുപോലെ തന്നെ ഈ സാധനങ്ങളെല്ലാം അത്യാവശ്യം നല്ലൊരു റേറ്റിനാണ് മേടിച്ചത്. ഞാൻ ഈ റിബൺ മേടിച്ചത് 2000 രൂപ, നാട്ടിലെ ഇന്ത്യൻ മണി 2000 രൂപ കൊടുത്തിട്ടാണെന്ന് പറഞ്ഞാൽ എൻ്റെ ദൈവമേ, അന്നേ നാട്ടിലാണെങ്കിൽ നമ്മളത് മേടിക്കത്തില്ല. പക്ഷേ ഇവിടെ നമുക്ക് അല്ലാതെ വേറെ നിവൃത്തിയില്ല. നമുക്ക് ഒരു റിബൺ മേടിക്കണം, അത് 20 മീറ്ററിന് 2000 രൂപ കൊടുത്തിട്ടാണ് കേട്ടോ ഞാൻ മേടിച്ചത്. മീൻസ് 20 യൂറോ കൊടുത്തിട്ടാണ് ഞാൻ മേടിച്ചത്. അതുപോലെ തന്നെ ഒരു പേപ്പറിന് നാട്ടിൽ ഏകദേശം 150 രൂപയോളം വരും. അതായത് 1.5 യൂറോ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഓരോന്നിനും ഭയങ്കര റേറ്റാണ്. അത്യാവശ്യം നല്ല റേറ്റോട് കൂടിയിട്ട് തന്നെയാണ് നമ്മുടെ ഈ സാധനങ്ങളെല്ലാം വരുന്നത്. ഇവിടെ ഒരു ഹോൾസെയിൽ ഷോപ്പ് ഇട്ടായിരുന്നെങ്കിൽ ഓക്കെയാണ്. പക്ഷേ നമുക്ക് ഹോൾസെയിൽ ഷോപ്പ് അങ്ങനെയൊന്നും ഞാനിവിടെ ഇതുവരെ കണ്ടിട്ടില്ല കേട്ടോ. ഫ്ലവർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് എനിക്ക് ഏറ്റവും കൂടുതൽ സമയം എടുക്കുക. അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ കൈ പൊള്ളുന്ന സമയവും ആ ഒരു ടൈമിലായിരിക്കും. കാരണം ഈ ഗ്ലൂഗണൊക്കെ എപ്പോഴും കയ്യിലോട്ട് പൊള്ളി കൈയൊക്കെ നാശമായിക്കൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ നമ്മൾ ആ ഒരു ഫ്ലവർ ഉണ്ടാക്കി കംപ്ലീറ്റ് ആകുമ്പോൾ കിട്ടുന്ന ഒരു സുഖമുണ്ടല്ലോ, അതൊന്ന് വേറെ ലെവൽ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഈ പേപ്പേഴ്സ് എല്ലാം ഞാനിത് എവിടെ നോക്കി പഠിച്ചതെന്ന് എല്ലാവരും എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇത് ഞാൻ യൂട്യൂബിൽ നോക്കിയാണ് പഠിച്ചത്. എനിക്കങ്ങനെ ഞാൻ പ്രത്യേകിച്ച് അങ്ങനെ എവിടെയും പോയി ഒന്നും പഠിക്കാറൊന്നുമില്ല. എനിക്കെന്തെങ്കിലും ഉണ്ടാക്കണം അല്ലെങ്കിൽ എനിക്കെന്തെങ്കിലും ചെയ്യണം എന്ന് തോന്നിക്കഴിഞ്ഞാൽ റെഫറൻസ് വീഡിയോ എന്തെങ്കിലും നോക്കും, ഞാനത് ട്രൈ ചെയ്യും. അത് സക്സസ് ആവുകയാണെന്നുണ്ടെങ്കിൽ ഓക്കെ ആക്കും, അല്ലെങ്കിൽ ഞാനത് വീണ്ടും ട്രൈ ചെയ്യും. അത് ശരിയാവുന്ന വരെ നമ്മളിങ്ങനെ ട്രൈ ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ അത് സക്സസ് ആവുകയാണെന്നുണ്ടെങ്കിൽ ഓക്കെ. അങ്ങനെ എല്ലാം തന്നെ നമുക്കിപ്പോൾ യൂട്യൂബിലെ വീഡിയോസൊക്കെ ഒത്തിരി ഉണ്ടല്ലോ. പഠിക്കാൻ ആഗ്രഹമുണ്ടെന്നുണ്ടെങ്കിൽ അതുപോലെ എന്തെങ്കിലും വീഡിയോസൊക്കെ നോക്കി നമുക്ക് പഠിക്കാമെന്നുള്ള കാര്യമുള്ളൂ. പക്ഷേ ക്രാഫ്റ്റ് ചെയ്യുന്നവർക്കും സ്റ്റിച്ച് ചെയ്യുന്നവർക്കും ഒക്കെ കൂടുതലായിട്ട് വേണ്ട ഒരു കാര്യമുണ്ട്, ക്ഷമയുണ്ടെങ്കിലാണ് നമുക്കിതൊക്കെ ഇങ്ങനെ ചെയ്തിരിക്കാൻ വേണ്ടിയിട്ട് ഒരു ഇതുണ്ടാവുള്ളൂ കേട്ടോ. ഇതൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ നല്ല സമയം എടുക്കും. ചില സമയത്ത് ഈ പേപ്പർ അങ്ങോട്ടും ഇങ്ങോട്ടും മടക്കണയൊക്കെ എനിക്ക് മാറിപ്പോകും കേട്ടോ. 1, 2 തവണ 3 തവണ ഉണ്ടാക്കിയാലും എത്ര തവണ കണ്ടാലും ചിലപ്പോൾ എനിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിപ്പോവും. വെച്ചത് തിരിഞ്ഞു പോയോ മറിഞ്ഞു പോയോ എന്നൊക്കെ കൺഫ്യൂഷനായിരിക്കും എനിക്ക്. ഞാനിതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് അത്ര വലിയ പ്രൊഫഷണലൊന്നുമല്ല, പക്ഷേ എനിക്കിതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഇഷ്ടമാണ് കേട്ടോ. ഓരോരുത്തർക്കും ഓരോ ഇഷ്ടങ്ങളൊക്കെ ഇല്ലേ, അതുപോലെയൊക്കെ തന്നെ.
എങ്ങനെയൊക്കെ നമുക്ക് കുറച്ച് ക്രിയേറ്റീവായിട്ട് സമയം കളയാമെന്നാണ് ഞാൻ നോക്കിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. വെറുതെ ഇരിക്കുന്നതിനേക്കാളും എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ളൊരു കാര്യം. ഇതെനിക്ക് പെട്ടെന്നൊന്ന് വന്ന ഒരു ഇതാണ് കേട്ടോ. നമ്മളൊരു വീഡിയോ ഇട്ടതിന് ശേഷം പെട്ടെന്ന് വന്നതാണ്. ഇത് ഇന്നത് കൊടുക്കുമോ, ഇന്ന് ആനിവേഴ്സറി ആണ്, ഒന്ന് കൊണ്ടേ കൊടുക്കാൻ പറ്റുമോ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചിട്ടാണ് എന്നെ കോൺടാക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ചേട്ടൻ ഇവിടെ വർക്ക് ചെയ്യുകയാണ്. അപ്പോൾ ആ സമയത്ത് നമുക്ക് എത്താൻ പറ്റുമോ എന്നൊക്കെ ഒരു നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. കാരണം ഇന്ന് വൈകിട്ട് ഇവിടെ നല്ല കാറ്റൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ ഇതുപോലെ ഫൈനലായിട്ട് നമ്മൾ 15 കിറ്റ്കാറ്റിൻ്റെ ചോക്ലേറ്റ്സ് ആണ് ഇതിനകത്ത് ഫില്ല് ചെയ്ത് വെച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ഒരു ഹാപ്പി ആനിവേഴ്സറി എന്ന് പറഞ്ഞൊരു കാർഡാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്. പക്ഷേ ഞാനൊരു ബോണ്ട് പേപ്പറിൽ നമ്മൾ അതിൻ്റെ ഒരു നോട്ട് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു ആനിവേഴ്സറി ഇതായിട്ട്. ഇത് വേറൊരു ദിവസം എടുത്തൊരു വീഡിയോ ആണ്. ഞാനത് അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് വൈകിപ്പോയി എന്നുള്ളൂ കേട്ടോ. ഇത് കിൻഡർ ജോയ് ഒക്കെ വെച്ചിട്ടുള്ളതാണ്. കിൻഡർ ജോയ് ഇപ്പോൾ ഇവിടെ അത്യാവശ്യം റേറ്റ് ഉണ്ട് കേട്ടോ. സാധാരണ ഇവിടെ എല്ലാ മിഠായിക്കും അത്യാവശ്യം റേറ്റൊക്കെ ഉണ്ട്. പിന്നെ ഇതെങ്ങനെയൊക്കെയോ പല ബൊക്കേസും ഞാൻ പല രീതിക്കാണ് ഉണ്ടാക്കി വന്നിരിക്കുന്നത് കേട്ടോ. ഇതിനകത്ത് കിൻഡർ ജോയും 3 കിറ്റ്കാറ്റും മാത്രമാണ് വെച്ചിരിക്കുന്നത്. പക്ഷേ ഇതിൻ്റെ കൂടെ നമുക്കൊരു ഫ്ലവർ ബൊക്കയും കൂടി ഉണ്ടായിരുന്നു കേട്ടോ. അതായത് 3 റോസ് ഫ്ലവേഴ്സ് വരുന്ന ഒരു ബൊക്കയായിരുന്നു. ഇത് വാലൻറ്റൈൻസ് ഡേയുടെ സ്പെഷ്യലായിട്ട് വന്ന ഒരു ഓർഡർ ആയിരുന്നു കേട്ടോ. ഒന്നുകിൽ ഇതുപോലെ ക്രാഫ്റ്റ് എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുന്നതും അല്ലെങ്കിൽ എന്തെങ്കിലും സ്റ്റിച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നതായിരിക്കും നിങ്ങൾ എനിക്ക് കൂടുതൽ കണ്ടിട്ടുണ്ടാവുക. കിൻഡർ ജോയ് വെച്ചിട്ട് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് പാടായിരുന്നു കേട്ടോ. ഞാനിവിടെ ഒരു 7 കിൻഡർ ജോയ് മേടിച്ചിട്ടുണ്ടായിരുന്നു. അതിനകത്ത് 2 എണ്ണം പൊട്ടിപ്പോയി. അതായത് ആ ഒരു ഫോയിൽ പേപ്പർ പൊളിഞ്ഞു പോന്നു. നാട്ടിലെ കിൻഡർ ജോയ് ഒരു പ്ലാസ്റ്റിക് പേപ്പറിൻ്റെ ഉള്ളിൽ ഉള്ള ഒരു ഇതല്ലേ, ഇതങ്ങനെയല്ല കേട്ടോ. ശരിക്കും ഒരു ബോൾ പോലെയാണ്. ഈ ഒരു കിൻഡർ ജോയുടെ ഉള്ളിലാണ് ടോയ്സ് വരുന്നത്. ജസ്റ്റ് ഒരു ചോക്ലേറ്റിൻ്റെ ഒരു ബോൾ പോലെയാണ് കേട്ടോ വരുന്നത്. അപ്പോൾ അതിങ്ങനെ പെട്ടെന്ന് പൊളിഞ്ഞു പോരുന്നുണ്ടായിരുന്നു. അപ്പോൾ അതെനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അത്യാവശ്യം നല്ല വെയിറ്റും ഉണ്ടായിരുന്നു കേട്ടോ ഈ ഒരു ചോക്ലേറ്റിന്. അതുകൊണ്ട് അത് നല്ല പാടാണ് കേട്ടോ വെച്ചിട്ടുണ്ടെങ്കിൽ ഇരിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഞാൻ റിബൺ വെച്ചൊന്ന് കെട്ടിക്കൊടുത്തിട്ടുണ്ടായിരുന്നു. ഒരു ഇതായിട്ട് കെട്ടിക്കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ റിബൺ മാറ്റി എന്ന് തോന്നുന്നു കേട്ടോ. ഈ റിബൺ മാറ്റി കുറച്ചും കൂടി റെഡിഷ് ആയിട്ടുള്ളൊരു റിബൺ കൊടുത്തിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതുപോലെയൊക്കെ ചെയ്യണമെന്നുണ്ട് അല്ലെങ്കിൽ റോസൊക്കെ ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ ജസ്റ്റ് യൂട്യൂബിൽ അടിച്ചു കൊടുത്താൽ മതി. ഹൗ ടു മേക്ക് റോസസ് വിത്ത് റിബൺസ് എന്നൊക്കെ അടിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കും അതുപോലെ തന്നെ ചെയ്യാൻ പറ്റും. ഞാനൊരു പ്രൊഫഷണൽ അല്ല. അപ്പോൾ പിന്നെ ഞാൻ പറഞ്ഞു തരുന്നതിനേക്കാളും നല്ലത് നല്ല നല്ല വീഡിയോസൊക്കെ കാണുമ്പോൾ അങ്ങനെ പോകുന്നതായിരിക്കും കേട്ടോ. അതാട്ടോ ഞാനങ്ങനെ അധികം വീഡിയോസൊന്നും കാര്യങ്ങളൊന്നും എടുക്കാതിരുന്നത്. അതുപോലെ തന്നെ എനിക്ക് കുറച്ച് റോസും കൂടി ഉണ്ടാക്കാനുണ്ടായിരുന്നു കേട്ടോ. കുറച്ച് പെറ്റൽസ് ഉണ്ടാക്കി വെക്കുകയാണ്. ഞാനൊരു റോസിന് ചിലപ്പോൾ ഒരു 14 പെറ്റൽസ് അല്ലെങ്കിൽ ഒരു 15 പെറ്റൽസ് ഒക്കെയാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ കുറച്ച് വലുതായിട്ട് ഇങ്ങനെ ഇരിക്കുമല്ലോ. ചില റോസിന് ഞാൻ കുറച്ചും കൂടി കുറയ്ക്കും. നമുക്ക് എങ്ങനെയാണോ ഓർഡർ വരുന്നതനുസരിച്ച് അതൊക്കെ അനുസരിച്ചാണ് കേട്ടോ ഞാൻ പെറ്റൽസിൻ്റെ എണ്ണം കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യുന്നത്. പെറ്റൽസ് ഒന്ന് സെറ്റ് ചെയ്ത് കറക്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഏറ്റവും കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുന്നത്. അപ്പോൾ ഏകദേശം ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതെനിക്ക് വലിയ ക്രിയേറ്റിവിറ്റി ആയിട്ട് വീഡിയോസ് ഒന്നും ചെയ്യാൻ പറ്റിയില്ലെങ്കിലും അവിടെ നിന്ന് ഇവിടുന്നൊക്കെ എടുത്ത കുറച്ച് വീഡിയോസൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൊരു ഇതായിരുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യൂ കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക് ബൊക്കെ ഉണ്ടാക്കിയത് കേട്ടോ. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോ കാണാം.